രാവിലെ എണീറ്റ് ഫോൺ എടുത്തപ്പോഴാണ് ഈ ഒരു മെസ്സേജ് കണ്ടത്. അപ്പം ഞാനും വിചാരിച്ച് എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഇതിപ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ പുരയിലിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരവും രാവിലെ ഇങ്ങനെ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാട്ടോ. ഇവിടെ തൊട്ടടുത്താണ് അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ പാട്ടും പള്ളിയിലെ മണിയടിയും നമ്മളെ പള്ളിയിലെ ബാങ്കും എല്ലാം കേൾക്കാം. എല്ലാം അടുത്തടുത്താണ്. പിന്നെ ഇപ്പം പറഞ്ഞു പറഞ്ഞതാ ഞാൻ ദോശേൻ്റെ പരിപാടിയിലേക്കായിട്ടാ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? നമ്മളെ നാട്ടിലത്തെ പോലെ തലേ ദിവസം അരി വെള്ളത്തിലിടണ്ട, അരയ്ക്കണ്ട, അതിന് പുളിക്കാൻ വെക്കണ്ട, ഒന്നും ചെയ്യണ്ട. മാവ് വാങ്ങിക്കുക, ദോശ ചൂടുക, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവ് വാങ്ങിക്കുക, അപ്പം ചൂടുക, എല്ലാം ഇൻസ്റ്റൻ്റാണ്. പിന്നെ ദോശക്കല്ല് മാറ്റാറായി എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കേട്ടോ. ഈ ദോശക്കല്ലുമായിട്ട് ഞാനങ്ങ് സെറ്റായി. അതുകൊണ്ടാണ് പിന്നെ ഈ ദോശക്കല്ല് മാറ്റാത്തത്. പുതിയ 2 ദോശക്കല്ല് വാങ്ങിച്ചിട്ടും അവരെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ? കറി. ഇന്നലത്തെ ബീഫ് കറി ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. രാവിലത്തെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ചായ. ഇവിടെ ഇപ്പം നമ്മൾ 4 ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് വെള്ളം. കൂടുതലൊന്നും വെള്ളം ചേർത്ത് അതിനെ കൊളാക്കാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ ഇക്കാടെ സഹോദരിയുടെ മോൻ്റെ 2ാം പിറന്നാളാണ്. അതായത് എൻ്റെ നാത്തൂനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു കേട്ടോ. നാത്തൂനൊന്നല്ല, നമ്മളൊരു നാത്തൂനും മദിനയാരും എന്നുള്ളൊരു ബോണ്ടൊന്നുമല്ല. നമ്മൾ രണ്ടുപേരും കൂട്ടുകാരികളെ പോലെയാണ്. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അടി കൂടും, വഴക്കുണ്ടാക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചതായിരിക്കും കേട്ടോ. അങ്ങനെ അതാ പറഞ്ഞു അടുക്കള പണിയും കഴിഞ്ഞ് അകത്തെ പണിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ പുറത്തെ പണി ആയിക്കോട്ടെ. പുറത്തെ പണി എന്തോ? തുണി കഴുകാനിടണം. അതും കഴുകിയിട്ട് വേണം ഞാൻ ഇന്ന് പറഞ്ഞ ആ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോവാൻ. രാവിലെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ നെടുമങ്ങാടെത്തിട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇപ്പം എന്താ പരിപാടി? എൻ്റെ കഥയിലെ നായകനെ കാണണ്ടേ? ഇതാണ് കഥയിലെ നായകൻ. ഇയാളെ ബർത്ത്ഡേ ആണെന്ന്. ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടോ. ആൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം തള്ളി ഉന്തിയോ അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ഇതിനിടയിൽ അവിടെ നല്ല മഴയും പെയ്തിട്ടോ. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ തുണിയും വാങ്ങിച്ച് നമ്മളെന്താ വീട്ടിലേക്ക്. രാത്രിയാണ് ബർത്ത്ഡേ ഫങ്ഷൻ. അങ്ങനെ ഞാനും പെങ്ങളും കൂടെ ബൈക്കിലും മക്കളെ ഓട്ടോയിലും പറഞ്ഞോട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്ന കട, നെടുമങ്ങാട് കോഫി കേക്ക്സ്. പോയ ഉടനെ ഇഷ്ടംപോലെ കേക്കുകളെ കളക്ഷൻ കണ്ട്. അടുത്ത ടെൻഷൻ ഇതിലേത് കേക്ക് തിരഞ്ഞെടുക്കുന്നതാണ്. പിന്നെ പെങ്ങൾ പറഞ്ഞ് നമുക്കൊരു കേക്കിൻ്റെ ബഡ്ജറ്റേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാനും പെങ്ങളും കൂടെ അവിടെ തപ്പിപ്പിടിച്ച് അതിലുള്ളൊരു വെറൈറ്റി ആയ മാംഗോയുടെ കേക്ക് കണ്ടപ്പോൾ നല്ല കളർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഓക്കെ, കേക്കിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാട്ടോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അതിൻ്റെ മുഞ്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ മതി. അങ്ങനെ പിന്നെ ബർത്ത്ഡേ പേരൊക്കെ എഴുതി കൊടുത്ത് നമ്മൾ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കേക്ക് കിട്ടിയിട്ടോ. പിന്നെ കേക്ക് ചെരിച്ച് പിടിച്ചതും കമത്തി കടത്തിയതും അതിനെ പൊക്കി പിടിച്ചതും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇപ്പം എന്താ ഇയാൾ ഇത്രയും നേരം ഉറക്കമായിരുന്നേ. ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ സ്ലോ മോഷനിലായിട്ട് നടത്തുമൊക്കെ നടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ഓടിപ്പോണ്. പിന്നെ ഇത് അന്തം വിട്ട് നോക്കുന്നുണ്ടായി ഇതെന്താ പരിപാടിയെന്ന്. അവസാനം കേക്കൊക്കെ സെറ്റ് ചെയ്ത് പാട്ടും തുടങ്ങി. പാട്ടും കഴിഞ്ഞ് കേക്ക് മുറിച്ച് അങ്ങനെ ഇതപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ ആ കുഞ്ഞിൻ്റെ തൊള്ളയിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഈയിടക്ക് ഞാനും പോയി കേട്ടാ. അവിടെ എവിടെയോ ഉണ്ട്, കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇതാ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത നമ്മളെ പരിപാടിയില്ലേ. കേക്ക് മാത്രം തിന്നാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നണ്ടേ. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ പറ ഓർഡർ ചെയ്ത് കൂന്തലും ഞണ്ടും അൽഫാമും കുഴിമന്തിയും പാൽക്കപ്പയും പൊറോട്ട അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റം നമ്മളെല്ലാവരും കൂടെ ഓർഡർ ചെയ്തിട്ടോ. എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചപ്പോൾ മിനിറ്റൊന്നുമില്ല സെക്കൻഡുകൾ കൊണ്ട് സാധനങ്ങളെല്ലാവരും കൂടെ കൈ ചേർത്ത്. അവസാനം പിന്നെ അവിടെ കണ്ട ആമേരെ കൂടെ നിന്ന് 2 ഫോട്ടോസ് എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് പോരെ പോയത്. ഇതാണ് ഞാൻ പറഞ്ഞ ആമ. ജീവനുള്ള ആമ കേട്ടോ.
ആദ്യം വിചാരിച്ചാൽ ഞാൻ പ്ലാസ്റ്റിക് കഴിക്കുന്നതാണ്, പിന്നെ മനസ്സിലായി അതിന് ജീവനുണ്ടെന്ന്. അപ്പോൾ പിന്നെ നിർത്തുന്നു. ഓക്കേ, ബായ്.